ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ സോഷ്യൽ റിയാലിറ്റി ഷോയായ ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ യാത്രയിൽ വിധി നിർണയത്തിനായി നമ്മളോടൊപ്പം ഡോക്ടർ കെ പി കണ്ണൻ സർ, ഡോക്ടർ വിനീത മേനോൻ, മിസ് നിർമ്മല സാനു, മിസ്റ്റർ ഹെയ്ലി കൃഷിശാസ്ത്രജ്ഞൻ, കൂടാതെ നമ്മുടെ പ്രിയതാരം പത്മപ്രിയയും. മത്സരാർത്ഥികളായി എത്തുന്നു വയനാട്ടിൽ നിന്നുള്ള വെള്ളമുണ്ട പഞ്ചായത്ത്. നമുക്ക് സ്വാഗതം ചെയ്യാം വെള്ളമുണ്ട പഞ്ചായത്തിനെ. വെള്ളമുണ്ട പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച പ്രസിഡന്റ് പ്രഭാകരൻ സർ, ശ്രീ അബ്ദുൾ ലത്തീഫ്, പുഷ്പ ടീച്ചർ, രാധ, രജനി രമേശൻ. അപ്പോൾ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പഞ്ചായത്ത് പ്രസിഡന്റിനെ. പ്രഭാകരൻ സർ, സാറിന് എന്താണ് വെള്ളമുണ്ട പഞ്ചായത്തിനെ കുറിച്ച് ലോകത്തോട് പറയാനുള്ളത്? ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹ്യമായി പിന്തള്ളപ്പെട്ടു പോയ ആദിവാസി സമൂഹം ഞങ്ങളുടെ ജനസംഖ്യയുടെ 1/6 വരും. 36,000 ജനസംഖ്യയിൽ 6,000 പേർ ആദിവാസികളാണ്. ക്ലാസ് റൂമുകളിൽ ഒരിക്കലും 10 പോലും ആദിവാസി കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വിദ്യാഭ്യാസമല്ലാതെ മറ്റ് യാതൊരു പോംവഴിയുമില്ല എന്ന് കണ്ടെത്തിയതിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റുകൾക്ക് തുടക്കം കുറിച്ചത്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഈ ഗ്രാമ കാഴ്ചകളിലൂടെ ഇത് വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിലെ വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത്. അവിടെയായിട്ടാണ് ബാണാസുര കോട്ട, അതിന് താഴെയായിട്ടാണ് വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ശബ്ദം കേൾക്കാവുന്നതാണ്. ബാണാസുര മലയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളമുണ്ടയിലെ 36,000 വരുന്ന ജനസംഖ്യയിൽ 6,000-ലധികവും ആദിവാസികളാണ്. തങ്ങളുടേതായ പാരമ്പര്യ തനിമ കാത്തുസൂക്ഷിക്കുന്ന പണിയ, കുറിച്യ, പുലയ, കാട്ടുനായ്ക്ക വിഭാഗത്തിലുള്ളവരാണ് ഇവിടെയുള്ളവരിൽ അധികവും. ഈ ഗോത്രവർഗത്തിന് പൈതൃകമായി കിട്ടിയ തുടിതാളവും നൃത്തച്ചുവടുകളും അതിന്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ ഇവർ ഇന്നും കാത്തുസൂക്ഷിക്കുന്നു. ഒരു കാലത്ത് വയനാട്ടിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം സ്വാതന്ത്ര്യത്തിന് തൊട്ടുമുമ്പ് ആദിവാസികളായിരുന്നു. പക്ഷേ ഇന്ന് ജനസംഖ്യയിൽ 17% മാത്രമേ അവരുള്ളൂ. 2ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് നടന്ന കുടിയേറ്റം അവരെ ന്യൂനപക്ഷമാക്കി മാറ്റി. സമൂഹത്തിൻ്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെട്ട, മാർജിനലൈസ് ചെയ്യപ്പെട്ട ഈ വിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാതെ ഒരു വികസനവും വിജയത്തിലെത്തുകയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വികസന സങ്കല്പം തന്നെ മാറേണ്ടതായിട്ടുണ്ട്. റോഡും പാലവും ഉണ്ടാക്കൽ മാത്രമാണ് വികസനമെന്നാണ് പൊതുവായ കാഴ്ചപ്പാട്. അതിനേക്കാൾ ഉപരി ദുർബലനായ മനുഷ്യനെ പരിഷ്കൃത സമൂഹത്തോടൊപ്പം ഇവരെയും എത്തിച്ചാൽ മാത്രമേ വികസനം സാർത്ഥകമാവുകയുള്ളൂ എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങളെ ഇതിലേക്ക് നയിച്ചത്. വികസനത്തിന്റെ മാനുഷികമായ തലമാണ് ഈ പഞ്ചായത്ത് ഉയർത്തിക്കാട്ടുന്നത്. എന്താണെങ്കിലും ഇവരുടെ വികസനത്തിന്റെ മുഖങ്ങളിലൂടെ നമുക്കൊരു യാത്രയാവാം. വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിലെ വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത്. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ മൊത്തം ജനസംഖ്യയിൽ 1/6 ഭാഗവും ആദിവാസി വിഭാഗത്തിലുള്ളവരാണ്. ഇവിടുത്തെ ആദിവാസി കുട്ടികളിൽ ഭൂരിഭാഗവും മീനും ഞണ്ടും പിടിച്ച് സ്കൂളിൽ പോകാതെ
എഴുത്തും വായനയും അറിയാതെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇവിടുത്തെ ജനസംഖ്യയിൽ മൊത്തം 6000-ഓളം ആദിവാസികൾ. ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു വിദ്യാഭ്യാസപരമായിട്ടുള്ളത്. ഇതിന് ഈ പഞ്ചായത്ത് ശാശ്വതമായിട്ട് ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ആ പരിഹാരം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ ആദിവാസി കുട്ടികൾക്കും സൗജന്യമായി കുടയും യൂണിഫോമും ബാഗും നൽകി. 5 കിലോമീറ്ററിലധികം ദൂരെ നിന്നും വരുന്ന കുട്ടികൾക്ക് സൗജന്യമായി വാഹന സൗകര്യവും ഏർപ്പെടുത്തി. എത്ര വർഷമായി ചേട്ടൻ തുടങ്ങിയിട്ട്? 2 വർഷമായി തുടങ്ങിയിട്ട്. വെള്ളമുണ്ട പഞ്ചായത്തിൽ മാത്രമാണ് ഈ ഒരു സംരംഭം ആദിവാസി കുട്ടികൾ കൊണ്ടുവന്നത്. രാവിലെ വൈകുന്നേരമാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇതിന്റെ സാലറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആര് തരുമോ? വെള്ളമുണ്ട പഞ്ചായത്താണ്. കുട്ടികൾക്ക് നല്ല ഉത്സാഹമാണ് വരാൻ. എല്ലാം രാവിലെ ആദ്യം ഉള്ളതിനെക്കാട്ടും കുട്ടികൾ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വണ്ടി കൂടുതലായിട്ട് കഴിഞ്ഞു. ഇപ്പൊ തുടക്കത്തിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? തുടക്കത്തിൽ 19 കുട്ടികൾ. ഇപ്പൊ 5 വണ്ടി കൂടെ 120 കുട്ടികൾ. നമുക്ക് ഇവരൊപ്പം ഒന്ന് പോവാം. ഇവർക്ക് വണ്ടി മാത്രമല്ല, രാവിലത്തെ ഭക്ഷണം കൂടെ റെഡി ആയിട്ടുണ്ട്. തിരക്കിട്ട പണിയിലാണ്. ഉച്ചക്കുള്ള പ്രിപ്പറേഷൻ ആണോ ചേച്ചി ഇതൊക്കെ? ഉച്ചക്കുള്ള അല്ലേ? അപ്പൊ ചേച്ചി രാവിലെ എത്ര മണിക്ക് തുടങ്ങും രാവിലെ? പരിപാടി ഞാൻ 6:30 ആകുമ്പോഴത്തേക്ക് ഞാനിവിടെ എത്തും പ്രഭാതഭക്ഷണം കൊടുക്കാൻ വേണ്ടി. എല്ലാ ദിവസവും ഇങ്ങനെ ഇതായിരിക്കും, പത്തിരി ആയിരിക്കും? എല്ലാ ദിവസവും. ഒരു ദിവസം ഞങ്ങൾ പൂരി കൊടുക്കുന്ന ദിവസമുണ്ട്, പിന്നെ വേറെ ദിവസം പിന്നെ വെള്ളപ്പം കൊടുക്കും. ചില ദിവസം ആഴ്ചക്ക് ഒരു ദിവസം ഉപ്മാവാണ്, പത്തിരി ഉണ്ടാവും. ഇങ്ങനെ 5 ദിവസം 5 ഭക്ഷണമാണ് ഞങ്ങൾ കൊടുക്കുക. അതിനെല്ലാം കറിയും ഉണ്ടാവും. ഉപ്മാവിന് പഴം കൊടുക്കും. തുടക്കത്തിൽ നമ്മൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നല്ല കുട്ടികളായി 350ഓളം കുട്ടികളുണ്ട് നമ്മളെ. ഉച്ചക്ക് സാമ്പാറും ചോറും. അപ്പൊ ഞാനാണ് സാമ്പാർ വെക്കുന്നത്. അപ്പൊ ഈ ചെറുപയറും അതിന്റെ കൂടെ കൊടുക്കും. ആവശ്യത്തിന് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, വണ്ടി. എനിക്കൊരു ആഗ്രഹമുണ്ട് ഇവിടെ ഒന്ന് പഠിക്കണം എന്ന്. നമസ്കാരം ടീച്ചർ. നമസ്കാരം ടീച്ചർ, ഞാൻ ഈ സ്കൂളിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. ഇതിന് പേര് വാളാരംകുന്ന് ആൾട്ടർനേറ്റ് സ്കൂൾ എന്നാണ്. ഇവിടെ പഠിക്കുന്നത് ഇപ്പോൾ 40 കുട്ടികളോളം പഠിക്കുന്നുണ്ട്. ഭിന്നതല പഠന കേന്ദ്രം എന്ന് തന്നെ ഇതിന് പറയാം. കാരണം 1 മുതൽ 4 വരെ ഉണ്ട്. അതിൽ 1ാം ക്ലാസ് ഉണ്ട്, 2ാം ക്ലാസ് ഉണ്ട്, 3ാം ക്ലാസ് ഉണ്ട്, 4ാം ക്ലാസ് ഉണ്ട്. പിന്നെ കെട്ടിട സൗകര്യങ്ങളെല്ലാം പഞ്ചായത്തിൽ നിന്ന് തന്നിട്ടുണ്ട്. 2005-ൽ സ്കൂളിൽ പോയിരുന്ന ആദിവാസി കുട്ടികളുടെ എണ്ണം 1005 ആയിരുന്നെങ്കിൽ ഇന്നത് 1348 വർദ്ധിച്ചിരിക്കുന്നു. പഞ്ചായത്ത് നടപ്പിലാക്കിയ ഈ സുസ്ഥിര വികസന പദ്ധതിയുടെ ഫലം കണ്ടു തുടങ്ങി. ഇന്ന് വെള്ളമുണ്ട പഞ്ചായത്തിലെ ആദിവാസി കുട്ടികളിൽ ഭൂരിഭാഗവും പഠന നിലവാരത്തിൽ ഉന്നത നിലയിലെത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ ജൂറിയിലേക്ക് തന്നെ പോവാം. കണ്ണമാഷേ, വിദ്യാധനം സർവധനാൽ പ്രധാനം അല്ലേ? അതാണ് ഇതിലൂടെ നിങ്ങൾ വിളിച്ചു പറയുന്നത്. ഇപ്പൊ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 4 വർഷമായി. ഇവിടെ കാണിച്ചുകൂടാണ്ട് 2 കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് സാർ. എന്താ പറയൂ? ഒന്ന്, ഈ 8ാം ക്ലാസ് പാസ്സായ 18 വയസ്സിനും 40നും മധ്യം പ്രായമുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടി ഒരു PSC കോച്ചിങ് നടത്തുന്നുണ്ട്. ഉച്ചഭക്ഷണം സൗജന്യമായി കൊടുക്കും.